നോർത്ത് ഇന്ത്യയിൽ ആ ദൈവദാസൻ അദ്ദേഹം ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നിൽക്കുക. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സൂട്ട് കേസ് ഉണ്ട്. അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹം കാണുന്നത് 10-12 വയസ്സുള്ള ഒരു പെൺകുഞ്ഞ്, കണ്ണ് കാണാത്തൊരു പെൺകുഞ്ഞ്. അവള് ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് ആപ്പിൾ വിൽക്കും. അപ്പൊ ഈ ദൈവദാസന് ട്രെയിൻ വരാൻ ലേറ്റ് ആയി. അദ്ദേഹം ഇത് കണ്ടോണ്ടിരിക്കുക. ഈ കുഞ്ഞ് കണ്ണ് കാണത്തില്ലെങ്കിലും അവള് ഒരു സ്ഥലത്ത് തന്നെ നിന്ന് അവൾ ആപ്പിൾ എന്ന് പറഞ്ഞ് വിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ ദൈവദാസന്റെ ട്രെയിൻ വന്നു. അല്ല, നിൽക്കുന്നിടത്തല്ല തന്റെ ബോഗി വന്നത്. അദ്ദേഹം പെട്ടെന്ന് ബോഗിയിലേക്ക് ഓടിക്കേറാൻ സ്പീഡിൽ തന്റെ സൂട്ട് കേസ് കൊണ്ടുപോകുമ്പോ ഈ സൂട്ട് കേസിന്റെ ഈ സൈഡ് ഒന്ന് തട്ടി ഈ പെൺകുഞ്ഞ് താഴെ വീണു. കയ്യിലെ കൊട്ട തെറിച്ചു പോയി, ആപ്പിളെല്ലാം തെറിച്ചു പോയി. പെട്ടെന്ന് ദൈവദാസൻ തിരിഞ്ഞു നോക്കിയപ്പോൾ താൻ ഓടിപ്പോകട്ടെ, കാരണം 1 മിനിറ്റേ ഉള്ളൂ. അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ കുഞ്ഞ് താഴെ കിടക്കുന്നു, ആപ്പിളെല്ലാം ചെതറിപ്പോയി. കുഞ്ഞ് കരയാൻ തുടങ്ങി. പെട്ടെന്ന് ദൈവദാസന്റെ ഉള്ളിൽ ചിന്ത വന്നു, ഞാനിപ്പോ ഓടിക്കേറില്ല, ട്രെയിൻ വിട്ടുപോകും, എനിക്ക് വേണേ ഓടിക്കേറാം. പക്ഷെ ഞാൻ ദൈവദാസന ഈ കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ചില്ലെങ്കിൽ അവൾക്ക് മൊത്തം നഷ്ടം സംഭവിക്കും. പെട്ടെന്ന് ആ ദൈവദാസൻ ചിന്തിച്ചു, അല്ലെങ്കിൽ ട്രെയിൻ പോയാലും കുഴപ്പമില്ല, എൻ്റെ ഉത്തരവാദിത്തം കുഞ്ഞിനെ എഴുന്നേൽപ്പിക്കാൻ. അദ്ദേഹം തിരിച്ചു വന്നപ്പോഴത്തേക്ക് ട്രെയിൻ വിട്ടു. അദ്ദേഹം വന്ന് കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ചിട്ട് ആ കൊട്ടയെടുത്ത്, അപ്പോഴത്തേക്ക് ആൾക്കാർ ചവിട്ടി ആപ്പിൾ പലതും പോയി. ഈ ദൈവദാസൻ ഈ കൊട്ടയെടുത്ത് കുഞ്ഞിനെ കൊടുത്തിട്ട് നല്ല ആപ്പിൾ 4-5 മാത്രം അത് പറക്കി കൊട്ടയിലേക്ക് ഇട്ടിട്ട് ഈ കണ്ണ് കാണാത്ത ഈ കുഞ്ഞിനോട് പറഞ്ഞു, മക്കളെ കരയണ്ട, അല്ലെ എൻ്റെ സൂട്ട് കേസ് തട്ടിയാ നീ താഴെ വീണത്, അതുകൊണ്ട് നിനക്ക് നഷ്ടപ്പെട്ട ആപ്പിൾ എത്ര ഉണ്ടെങ്കിലും അതിന്റെ പൈസ ഞാൻ എന്ത് ചെയ്തേക്കാം, തന്നേക്കാം. ഇദ്ദേഹം ആരാന്നൊന്നും പറയുന്നില്ല, എല്ലാം തന്നേക്കാം എന്ന് പറഞ്ഞ് ഒരു നല്ല എമൗണ്ട് ഈ കുഞ്ഞിന്റെ കൈ കൊടുത്തു. എന്നിട്ട് അവളെ ആശ്വസിപ്പിച്ചിട്ട് അദ്ദേഹം തിരിഞ്ഞു നടക്കാൻ നേരം പെട്ടെന്ന് നമ്മൾ വിളിച്ചു ചോദിച്ചു, അങ്കിളാണോ യേശു? ഈ ദൈവദാസൻ ഞെട്ടിപ്പോയി. ഇദ്ദേഹം പാസ്റ്ററാ. ഇദ്ദേഹം തിരിഞ്ഞു ചോദിച്ചു, നീ എന്നാ ചോദിച്ചേ? അങ്കിളാണോ യേശു? ഈ ദൈവദാസൻ ചോദിച്ചു, എന്നാ കുഞ്ഞ നീ അങ്ങനെ ചോദിച്ചേ? ഉടനെ അവള് പറഞ്ഞ വാക്ക്, എന്നും ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ വരാറുണ്ട്, ആൾക്കാർ എനിക്ക് കണ്ണ് കാണാത്തോണ്ട് ആപ്പിൾ പൊട്ടിക്കാറുണ്ട്, പലരും എന്നെ ഉപദ്രവിക്കാറുണ്ട്, പലരും പൈസ തരാതെ പോകാറുണ്ട്. എന്നും ഞാൻ വീട്ടിൽ കരഞ്ഞോണ്ട് പോകുമ്പോ എൻ്റെ അമ്മ ഒരു ക്രിസ്ത്യനാ, എൻ്റെ അമ്മ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, മക്കളെ ലോകം ക്രൂരരാ, യേശുവേ കരുണയുള്ളവരുള്ളൂ. അതുകൊണ്ട് ഇത്രയും കാലം ഇവിടെ വന്നിട്ട് എന്നോട് കരുണയോടെ നിന്ന ഒരാളെ ഉള്ളൂ, അത് അങ്കിള് മാത്രമാ. അങ്കിളാണോ യേശു? എന്തിനാ വിളിച്ചേ? യേശുവെ പോലെയാകാന്. നമ്മളോട് ആരെങ്കിലും ഇന്നുവരെ ചോദിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എവിടെയോ നമുക്ക് അപകടം പറ്റിയില്ലേ? ദൈവത്തിലെ നമ്മൾ നിത്യതയിലേക്ക് ചെല്ലുമ്പോഴേ പിതാവാൻ ദൈവം എൻട്രൻസ് നിൽക്കുക നിങ്ങളത് ഭാവന കൂടെ ഒരാളും കൂടെ. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്നെ മൊത്തത്തിലൊന്ന് നോക്കിയിട്ട് അടുത്ത് നിൽക്കുന്നവരെ മൊത്തത്തിലൊന്ന് നോക്കി, എന്നിട്ട് എന്നെ ഒന്നും കൂടെ ഒന്ന് അടുത്ത് നിൽക്കുന്നവരെ വരെ ക്രിസ്തു. ഞാൻ ഒരു വാക്കൂടെ പറയാം. 7 സഭകൾക്ക് ദൂത് പറയുമ്പോൾ രക്ഷിക്കപ്പെട്ട ചോദിക്കുന്നുണ്ടോ? സ്നാനപ്പെട്ട ചോദിക്കുന്നുണ്ടോ? ഉണ്ടോ? എത്ര കർത്തൃമേശ എടുത്തെന്ന് ചോദിക്കുന്നുണ്ടോ? എത്ര ഉപവാസം എടുത്തെന്ന് ചോദിക്കുന്നുണ്ടോ? വെളിപ്പാട് പുസ്തകത്തിൽ അവിടെ ഇതൊന്നും ചോദിച്ചില്ല. അവിടെ ചോദിച്ചത് ഒറ്റ കാര്യം മാത്രം, ജയിക്കുന്നവന് ഞാൻ വെള്ളക്കല്ലും അതിന്മേലുള്ള പേരും കൊടുക്കും, ജയിക്കുന്നവന് ഞാൻ വെള്ള ഉടുപ്പ് ധരിക്കാൻ കൊടുക്കും. ആ വാക്കെന്നാ പറയുന്നത്? ജയിക്കുന്നവന് എന്താ നമ്മുടെ ജയം? ആ ജയം യേശുവിനെ പോലെ ആയി എന്നുള്ളതാ.